കാരിയർ പീജിയൻ, കാരിയർ. ഇത് ലാഹോറി, ലാഹോറി സിറാസ്, ബാർ ലാഹോറി. ലാഹോറി, ലാഹോറിയുടെ നല്ലൊരു കളക്ഷൻ തന്നെ ജോസേട്ടൻ്റെ കയ്യിലുണ്ട്. നല്ല ക്വാളിറ്റി, നല്ല മാർക്കിംഗ് ഒക്കെ ഉള്ള നല്ല ലാഹോറി കളക്ഷൻസ്. ഹിപ്പി, സാൻഡൽ ഹിപ്പി. നല്ല ക്വാളിറ്റി മനോഹരമായിട്ടുള്ള ബേഡുകളാണ്. ഇതിൽ കിടക്കണോ? ഇത് ബൊക്കാറോ, ഒരു സിംഗിൾ ചിക്ക് ഇതിലുണ്ട്. ഹലോ, ഇതാണ് യൂറോപ്യൻ ലാഹോറി, ഇമ്പോർട്ടഡ് ബേർഡാണ്. യൂറോപ്യൻ ലാഹോറി. അതിൻ്റെ സൈസ് നമുക്ക് മനസ്സിലാവും. സാധാരണ ഇതിനെക്കാട്ടിലും ഷോർട്ട് ബേർഡായിരിക്കും. സാധാരണത്തിനേക്കാളും ചെസ്റ്റ് പൊന്തി നിൽക്കും. അതുപോലെ ടൈല് പൊന്തി നിൽക്കില്ല, ചെറുതായിട്ട് അതാ ഇങ്ങനെ പൊന്തി നിൽക്കും. ഇതൊക്കെയാണ് യൂറോപ്യൻ്റെ എഗ്ഗാനായി. ശരി, ഇതിപ്പോ മാർക്കറ്റിൽ നല്ല റേറ്റുള്ള സാധനമല്ലേ? ഓക്കെ ഓക്കെ. ബൊക്കാറോ, മാക്പി പൗഡർ ഉണ്ട്, സാൻഡൽ ചിക്സ്, അതുപോലെ ലാഹോറി ചിക്സ് ഉണ്ട്. ബ്ലാക്ക് ഫാൻഡൈറ്റ്, ഇത് പൊമേറിയൻ പൗഡർ ചിക്സ് ആണ്. വെറും 2 കള്ളി ആയിട്ടുള്ളത്. ഷോ ക്വാളിറ്റിയാണ് സാധനം. ഇത് കിങ്ങിന്റെ, ഇത് ചിക്സ് അല്ലേ? ചിക്സ് ആണ്. ഓക്കെ. ഇതെല്ലാം കൊടുക്കാനുള്ളതാണോ ജോസേട്ടാ? ഒരു ലാഹോറി മെയില്, അതുപോലെ ബാർബ്, സാറ്റി, പിന്നെ മുദീന, സാറ്റി ഒരു പേരല്ലേ? പൊമേറിയൻ്റെ ഒരു പേരുണ്ട്. ഹിപ്പികളുണ്ട്. അത് ഹോമറ, ഹോമർ, ബ്യൂട്ടി, ഷോർട്ട് ഫേസ്, കുറച്ച് ചൈനീസ് സോള്, ചൈനീസ് സോള്, പൊമേറിയൻ. അത്യാവശ്യത്തെ സീറോ കള്ളിയാണോ അല്ലേ? ഇതൊക്കെ സെയിലിംഗ് തന്നെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ. മാക്പി പൗഡർ ഒരു പെയർ, ഹിപ്പി ചൈനീസ് സോള്, പിന്നെ മാക്പി ഒരു റെഡ് സിംഗിള്, എല്ലാം കൊടുക്കാം റെഡി ആയിട്ട്. ബൊക്കാറോ, ഇത് ബ്രീഡിംഗ് സെറ്റ് അല്ലേ? ബ്ലൂ നല്ല പോട്ടിംഗ് ഉണ്ടല്ലോ. യൂറോപ്പിന്റെ കുട്ടികളാണ് അതിനുള്ളിലുള്ളത് കിടക്കുന്നത് അല്ലേ? ഇത് ബൊക്കാറ വൈറ്റ് കുട്ടികൾ. നെക്സ്റ്റിംഗ് ബൗളിലേക്ക് മാറ്റി അല്ലേ? ആൽമണ്ടാണ്. ആൽമണ്ട്, നന്നായിട്ടത്. ആൽമണ്ട് ഹോമറിന് ഇതിൽ എവിടെയും വെച്ച് കണ്ടില്ല. ബ്ലൂ മാക്പി അല്ലേ? സാധാരണ ക്രോസ് ആണ്. അതിന്റെ ഇവരെ കുട്ടികളാണ്. ഒന്നും ബൂട്ടിയാമർ ബ്ലാക്ക്, ഒന്നും ബൂട്ടിയാമർ ഗോൾഡ്. ശരി. ഈ ഭാഗത്തുള്ളതെല്ലാം ജോസേട്ടൻ്റെ പോസ്റ്റേഴ്സ്, അതായത് മുട്ട മാറ്റി വെക്കാനായിട്ട് വെക്കുന്ന കേജുകളാണ്. ഇതിലാണ് കുട്ടികൾ അധികം ബ്രീഡായിട്ട് ഇറങ്ങുന്നത്.
സുഹൃത്തുക്കളെ, പിന്നെ വേറൊരു കാര്യം എനിക്കിവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തതേ, ജോസേട്ടൻ്റെ ബേഡുകൾ എന്ന് പറഞ്ഞാൽ കുറേ ബേഡുകളുണ്ട് ഇതിൽ. അതും ജോസേട്ടൻ നല്ല രീതിയിലാണ് അതിനെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നല്ല ഫീഡ്, അതുപോലെ കൂട് ക്ലീനിങ്, വെള്ളം, ഇത്രയും ബേഡുകൾക്ക് വെള്ളം, തീറ്റ എല്ലാം ഈ ജോസേട്ടൻ പുള്ളി ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു 100 കോള് ഡെയിലി ഡൗട്ട് ചോദിച്ചിട്ട്, മെഡിസിനും കാര്യങ്ങളും ചോദിച്ച് ജോസേട്ടന് കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ജോസേട്ടൻ്റെ ഒരുപാട് ടൈം അവിടെ പോവുകയാണ്. അപ്പോൾ ഞാൻ തന്നെ ഈ ലോഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ജോസേട്ടന് കൂടെ നിൽക്കാൻ കഴിയുന്നില്ല, കാരണം ഒരുപാട് ആളുകൾ കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിന് എന്താ ഒരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഇൻ്റർനെറ്റ് വഴി നമുക്ക് വാട്സപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. ഹലോ, ഞാൻ ജോസ് വഴിക്കടവൻ. നമുക്കൊരു ദിവസമേ ഒരു 60-70 കോൾ ഒരു ദിവസം വരുന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ ട്രീറ്റ്മെൻറ്റ് ചോദിച്ചാണ് വരുന്നത്. നമ്മുടെ വീട്ടിലത്തെ ഒരു പരിപാടികളും നമുക്ക് നടത്താൻ കഴിയുന്നില്ല. ഒരു കോള് വരുമ്പം നിങ്ങൾ ഈ വിളിച്ചവർ പലരും ഉണ്ടാവും ഈ ഇതിൽ തന്നെ. ഒരു കോള് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ 3-4 കോള് വരും. ഈ കോള് മുഴുവൻ ഞാൻ തിരിച്ചങ്ങോട്ട് വിളിക്കില്ല. അപൂർവം ചില കോള് മാത്രമേ നേരിട്ട് വരാറുള്ളൂ. ബാക്കി മുഴുവൻ വരുന്ന കോളുകൾ മുഴുവൻ തിരിച്ച് വിളിക്കാറുണ്ട്. അങ്ങനെ വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു വിളിച്ചാൽ അത് മിസ് കോൾ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ അത്രയും എൻ്റെ പണികളും എൻ്റെ ഭക്ഷണവും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ഒഴിവാക്കിയാലും വിളിക്കുന്ന ആളെ കറക്റ്റായിട്ട് ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനത്തെ ഒരു സ്വഭാവ രീതിയാണ്. പക്ഷേ നമ്മുടെ ബേഡുകൾക്കൊക്കെ ഞാൻ ഭക്ഷണം കൊടുക്കുന്നത് തന്നെ ഒരു രാത്രി ഒരു 10-11 മണിയായിട്ടാണ്. ഞാൻ 3-4 മാസങ്ങളായിട്ട് ഒരു 1 മണി 2 മണിയായിട്ടാണ് എന്നും കിടക്കൽ. അപ്പോൾ നമ്മുടെ പണികളെല്ലാം പെൻഡിങ്ങിൽ, ആ പ്രാവുകളെല്ലാം ഫുഡും ടൈമിന്, വെള്ളവും ടൈമിന് കിട്ടാതെ എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. കോളെന്ന് പറഞ്ഞാൽ ഈ 60-70 കോള് വരുന്നത്, അത് സംസാരിക്കണതിന് പുറത്തൊരു 3-4 ഗ്രൂപ്പുകളുണ്ട്, അതിൽ കയറി സംസാരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒന്നിലും നമുക്കൊരു ടൈം ഫിക്സ് ചെയ്ത് വെക്കുക. ഇന്ന ടൈമിന് വിളിക്കുക, ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ. ഇല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ വോയിസിൽ സംസാരിക്കുക. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് നാഷണൽ പീജിയൻ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സംഘടനയിൽ അതിലാണ് ഞാനിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾ മെമ്പർഷിപ്പ് 1000 രൂപയേ ഉള്ളൂ. പാസ്പോർട്ട് ടൈപ്പ് 2 ഫോട്ടോയും 2 ആധാറിൻ്റെ ഫോട്ടോ കോപ്പി ഇത്ര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മെമ്പർഷിപ്പ് എടുത്തെന്നാൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ കൂടെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ അതിന് മറുപടികൾ തന്നുകൊണ്ടേയിരിക്കും. ഇനി അതല്ല, അതെടുക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിലും മറ്റ് ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കയറിയാലും ഗ്രൂപ്പിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഒരാളല്ലെങ്കിൽ ഒരാൾ കയറും. അതിൻ്റെ നിങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കാം. ഞാൻ എന്തായാലും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ഒരു കുറഞ്ഞ സമയമെങ്കിലും എല്ലാ ഞാൻ പിന്നെ ഞാൻ ഗ്രൂപ്പ് നോക്കുന്ന ഗ്രൂപ്പിലൊക്കെ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ കയറിയിരിക്കും. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും ഞാൻ ചെയ്തു തരാം. പിന്നെ ഇനി അടുത്തൊരു ലോഫ്റ്റ് ചെറിയ രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ തുടങ്ങുമ്പം നമുക്ക് ഒരു കുറച്ച് നാളത്തേക്ക് എന്തായാലും ഫുൾ വരുന്ന കോളുകളും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും എന്നോടൊപ്പം സഹകരിക്കുക. ഞാൻ നിങ്ങളുടെ ഒപ്പം എന്നും ഉണ്ടാവും. ശരി, എന്നാൽ ഓക്കെ.